അല്ലാഹ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന് വേണ്ടി ജീവിച്ച് പരിത്യാഗിയായി സാഹിദായി അവരുടെ നേതാവായി ജീവിച്ച മഹാനാണ്. ദുനിയാവിനോട് യാതൊരു സ്നേഹമോ മഹബത്തോ പിന്നീട് വെച്ചില്ല. അള്ളാഹുവിലേക്ക് ജീവിതം മുഴുവനും തിരിച്ചു വെച്ച് അങ്ങനെ വലിയ വിലായത്തിന്റെ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് എത്തിയെന്നാണ്. മഹാനവറുകൾ മട്ടുപ്പാവിൽ നിൽക്കുന്ന സമയത്ത് വലിയ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന സമയത്ത് ഒരു ഫക്കീറായ മനുഷ്യൻ അവിടെ ഒരു മരത്തണലിലിരുന്ന് ഒരു കഷ്ണം റൊട്ടി കഷ്ണം കഴിക്കുന്നത് മഹാനവറുകൾ കാണുകയാണ്. ആ സാധുവായ മനുഷ്യൻ അവിടെ നിന്ന് റൊട്ടി കഷ്ണം കഴിക്കുന്നു. ഉണങ്ങിയ റൊട്ടി കഷ്ണം ചെറിയ വെള്ളമെടുത്തിട്ട് അതിൽ മുക്കി അല്പം കഴിച്ച് ബാക്കിയുള്ള റൊട്ടി കഷ്ണം മടക്കി തൻ്റെ കയ്യിലുള്ള സഞ്ചിയിൽ വെച്ച് മരത്തണലിൽ ആ ഫക്കീറായ സാധുവായ മനുഷ്യൻ കിടന്നുറങ്ങുകയാണ്. മഹാനവറുകൾ ഇതെല്ലാം മുകളിൽ നിന്ന് കാണുകയാണ്. മാഷാ അല്ലാഹ്, അദ്ദേഹത്തിന് യാതൊരു ടെൻഷനുമില്ല, ഒരു പ്രയാസവുമില്ല. അദ്ദേഹം സമയമാകുമ്പോൾ എഴുന്നേൽക്കുന്നു, നിസ്കരിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു, പിന്നെ ഈ റൊട്ടി കഷ്ണം കഴിക്കുന്നു. അങ്ങനെ വീണ്ടും നല്ല സുഖമായി കിടന്നുറങ്ങുന്നു. ഇങ്ങനെ വലിയ മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന ആ സാധുവായ മനുഷ്യനെ മട്ടുപ്പാവിൽ നിന്ന് നിരീക്ഷിക്കുകയാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായ അദ്ദേഹം. കുറെ സമയം കഴിഞ്ഞു. അദ്ദേഹത്തെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ്. ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമയാണെന്ന് മറുപടി പറയുകയാണ്. എന്താണ് നിങ്ങളുടെ പരിപാടി? എനിക്ക് പ്രത്യേക പരിപാടികളൊന്നുമില്ല. എന്റെ ജീവിതം മുഴുവനും ഞാൻ നാഥനായ റബ്ബിന് വേണ്ടി മാറ്റിവെച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയുള്ള വലിയ സംസാരങ്ങൾ കഴിഞ്ഞതിന് ശേഷം മഹാനവറുകൾ തന്റെ 18 രാജ്യങ്ങളുടെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന ആ ഭരണാധികാരി ചിന്തിക്കുകയാണ്, ഞാൻ ഇത്രയും വലിയ ഭരണാധികാരിയായിട്ട് എനിക്കൊരു നിമിഷം പോലും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ ജീവിതത്തിനൊരു മാറ്റം വരണമെന്ന് ചിന്തിച്ച് അങ്ങനെയാണ് മഹാനവറുകൾ തന്റെ ജീവിതത്തിന് പുതിയ ചിന്തകളും പുതിയ മാറ്റങ്ങളും കൊണ്ടുവരാൻ തയ്യാറായ കുറെ പാഠങ്ങളിൽ ഒരു പാഠം അതാണ് എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. തന്റെ കൊട്ടാരത്തിൽ അടിച്ചു വാരുന്ന ഒരു പെണ്ണ്, ആ പെണ്ണ് എല്ലാ ദിവസവും അടിച്ചു വാരുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരത്തിലെ റൂമിലെ മനോഹരമായ ആ പരവതാനിയിൽ ഇങ്ങനെ കിടന്നിറങ്ങുന്നത് രാജാവ് അവിചാരിതമായി കണ്ടുമുട്ടുകയാണ്. സ്വാഭാവികമായി തന്റെ കൊട്ടാരത്തിലെ തന്റെ പരവതാനിയിൽ തന്റെ സമ്മതമില്ലാതെ കിടന്നുറങ്ങുന്ന തന്റെ കൊട്ടാരത്തിലെ ജോലിക്കാരിയെ കണ്ടപ്പോ ആ ഭരണാധികാരി പണിക്കാരിയായ ആ തൂത്തുകാരിയായ ആ സ്ത്രീയെ അടിക്കുകയും അങ്ങനെ ചെയ്തപ്പോൾ ആദ്യം ആ സ്ത്രീ കരയുകയും ചിരിക്കുകയും പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ കരയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇത് മഹാനവറുകളെ വലിയ ചിന്തയുണ്ടാക്കി. ആ ഭരണാധികാരിയായ ഇബ്രാഹിം അദ്ഹം ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, ആദ്യം സ്വാഭാവികമായും അടിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ കരയുകയാണ് വേണ്ടത്, പക്ഷെ നിങ്ങൾ ആദ്യം ചിരിച്ചു, പിന്നീട് നിങ്ങൾ കരഞ്ഞു, എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അത്രേ, ഞാൻ കിടന്നത് നിങ്ങളുടെ പരവതാനിയിലാണ്, നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, നിങ്ങൾ ഈ രാജ്യത്തിന്റെ കൊട്ടാരത്തിന്റെ അധിപനാണ്, നിങ്ങളുടെ ഈ പരവതാനിയിൽ കിടന്നു എന്നതിന്റെ പേരിൽ എനിക്ക് ചെറിയൊരു അടിയല്ലേ കിട്ടിയുള്ളൂ, അത് ഓർത്തിച്ചിട്ട് ഞാൻ ചിരിച്ചതാണ്. ചെറിയൊരടി വലിയ വിഷയമൊന്നുമല്ലല്ലോ. പക്ഷേ നിങ്ങൾ എത്ര കാലമായി, ഞാൻ അല്പസമയമാണ് ഈ സുഖം ഞാൻ ആസ്വദിച്ചത്, പക്ഷേ അതിന്റെ പേരിൽ എനിക്ക് അടി കൊള്ളേണ്ടി വന്നു. പക്ഷേ നിങ്ങളാണെങ്കിൽ എത്ര കൊല്ലമായി രാജ്യം ഭരിക്കുന്നു,
ഈ സുഖലോലുപതകൾ ആസ്വദിക്കുന്നു. നിങ്ങൾ പിന്നീട് മരണപ്പെട്ട് ആഖിറത്തിലെത്തുമ്പോ നിങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച ശിക്ഷ എന്തായിരിക്കും എന്ന് ആ ഭരണാധികാരിയായ ഇബ്രാഹിം അദ്ഹമിനോട് ആ സ്ത്രീ ചോദിച്ചപ്പോൾ അതിൽ മനപരിവർത്തനം ഉണ്ടാവുകയും അങ്ങനെ കൊട്ടാരങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മഹാനവറുകൾ അള്ളാഹുവിലേക്ക് യാത്രയായി പിന്നീടുള്ള ജീവിതം നാഥനായ റബ്ബിന് വേണ്ടി മാത്രം ജീവിച്ചു എന്ന് ചരിത്രങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ആ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് ഈ പവിത്രമായ മണ്ണ്. അല്ലാഹുവേ, അവരുടെ മദതും അവരുടെ സഹായവും പൊരുത്തവും ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ഞങ്ങളുടെ ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ കിതാബുകളിലും ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഇതിലേക്ക് കൂടുതലായി കിടക്കുന്നില്ല. സൗകര്യം പോലെ നമുക്ക് ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹ്.